നമസ്കാരം. ശാസ്ത്രത്തിന്റെ ഒരു മാന്ത്രിക പുസ്തകം തുറന്ന് പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? പരീക്ഷകളിൽ നമ്മളെ എപ്പോഴും കുഴപ്പിക്കുന്ന, എന്നാൽ അതിലേറെ അത്ഭുതപ്പെടുത്തുന്ന ശബ്ദത്തിന്റെയും പ്രകാശത്തിന്റെയും വിസ്മയ ലോകമാണ് നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. കേൾക്കാൻ റെഡിയല്ലേ? ശരി, വളരെ രസകരമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശൂന്യാകാശത്ത് എവിടെയെങ്കിലും ഒരു വലിയ നക്ഷത്രം വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുമോ? ഇല്ല. അത് സംഭവിക്കുന്നത് തികഞ്ഞ നിശബ്ദതയിലായിരിക്കും. എത്ര വലിയ സ്ഫോടനമാണെങ്കിലും അവിടെ യാതൊരു ശബ്ദവും ഉണ്ടാകില്ല എന്നർത്ഥം. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം വളരെ ലളിതമാണ്. ശബ്ദമെന്ന് പറയുന്നത് ശരിക്കും ഒരു റിലേ റേസ് പോലെയാണ്. കമ്പനങ്ങൾ കൈമാറാൻ അതിന് വായു, ജലം അല്ലെങ്കിൽ ഇരുമ്പ് പോലെയുള്ള എന്തെങ്കിലും ഒരു മീഡിയം അഥവാ മാധ്യമം തീർച്ചയായും ആവശ്യമാണ്. ബഹിരാകാശമെന്ന് പറയുന്നത് ഒരു ശൂന്യതയാണല്ലേ, ഒരു വാക്വം. അവിടെ വായുവില്ല. ഇതുകൊണ്ട് തന്നെയാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ ശബ്ദത്തിനു പകരം റേഡിയോ തരംഗങ്ങളെ ആശ്രയിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നിശബ്ദമായ ശൂന്യത. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് പരീക്ഷകളിൽ സ്ഥിരമായി നമ്മളെ ട്രാപ്പിലാക്കുന്ന ഒരു ചോദ്യം. ശബ്ദമെന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്, അഥവാ അനുദൈർഘ്യ തരംഗമാണ്. മാധ്യമമില്ലാതെ അതിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ പ്രകാശവും താപവും അങ്ങനെയല്ല. അവ ട്രാൻസ്വേഴ്സ് വേവുകളാണ്, അതായത് അനുപ്രസ്ഥ തരംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ ശൂന്യതയിലൂടെ വളരെ കൂളായി വേഗത്തിൽ സഞ്ചരിക്കാൻ അവയ്ക്ക് കഴിയും. അടുത്തത് അധ്യായം 2, പ്രകൃതിയുടെ സിംഫണി. നമുക്ക് ഭൂമിയിലേക്ക് തന്നെ വരാം. നമ്മുടെ അന്തരീക്ഷ താപനില ഒരു 20 ഡിഗ്രി സെൽഷ്യസ് നിൽക്കുന്ന സമയത്ത് ശബ്ദം വായുവിലൂടെ സെക്കൻഡിൽ 340 മീറ്റർ എന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ഓർക്കുക, വായുവിനേക്കാൾ വേഗത്തിൽ ഇരുമ്പും അലുമിനിയവും പോലെയുള്ള സാന്ദ്രത കൂടിയ ഖരപദാർത്ഥങ്ങളിലൂടെ ഇതിലും വളരെ വേഗത്തിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ മാത്രമാണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്തിനപ്പുറമുള്ള തികച്ചും അദൃശ്യമായ ചില ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ജീവികളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് പ്രകൃതിയുടെ മാജിക് നമ്മൾ കാണുന്നത്. ആനകളെയും തിമിംഗലങ്ങളെയും പോലെയുള്ള വമ്പൻ മൃഗങ്ങളും അതുപോലെ ഭൂകമ്പം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും ഉപയോഗിക്കുന്നത് 20 ഹെർട്സിന് താഴെയുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ്. വളരെ ഡീപ്പായ സൗണ്ട്. എന്നാൽ വവ്വാലുകളും ഡോൾഫിനുകളും ഇര തേടാനായി ഉപയോഗിക്കുന്നതോ 20,000 ഹെർട്സിന് മുകളിലുള്ള ഹൈ പിച്ച് അൾട്രാസോണിക് ശബ്ദങ്ങൾ. സത്യത്തിൽ നമ്മളറിയാത്ത എത്ര വലിയൊരു സിംഫണിയാണ് നമുക്ക് ചുറ്റും നടക്കുന്നതല്ലേ? ഇവിടെ നമ്മൾ കൃത്യമായി ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് ശബ്ദത്തിന്റെ പിച്ച്, അതായത് അതിന്റെ കൂർമ്മത തീരുമാനിക്കുന്നത്. ഇതുകൊണ്ടാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വാഭാവികമായും വളരെ ഉയർന്ന ഷാർപ്പായ പിച്ചുള്ള ശബ്ദമുണ്ടാകുന്നത്. ഇനി അധ്യായം 3, ആഴങ്ങളിലെ മാറ്റൊലികൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മലഞ്ചെരുവിൽ പോയി ഉറക്കെ കൂവി വിളിച്ചിട്ടുണ്ടോ? ഒരു എക്കോ അഥവാ പ്രതിധ്വനി കൃത്യമായി കേൾക്കണമെങ്കിൽ നമ്മൾ ആ പ്രതിഫലിക്കുന്ന പ്രതലത്തിൽ നിന്ന് വായുവിൽ കുറഞ്ഞത് 17.2 മീറ്ററെങ്കിലും അകലെയായിരിക്കണം നിൽക്കേണ്ടത്. എന്നാൽ ജലത്തിനടിയിലാണിതെങ്കിൽ ഈ ദൂരം വെറും 17 പോരാ, ഒരു 70 മീറ്ററെങ്കിലും വേണം. നേരത്തെ വവ്വാലുകളുടെ കാര്യം പറഞ്ഞതോർക്കുന്നില്ലേ? അവയെ അനുകരിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യർ സമുദ്രത്തിന്റെ ആഴമളക്കാൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ് സോണാർ. അതുപോലെ ജലത്തിനടിയിലെ ശബ്ദമളക്കാൻ ഹൈഡ്രോഫോൺ, ഭൂമിയുടെ ആഴങ്ങളിലെ കമ്പനങ്ങൾ അറിയാൻ സീസ്മോഗ്രാഫ്. അതെ, പ്രകൃതിയിൽ നിന്ന് പഠിച്ചാണ് ശാസ്ത്രം ഇത്രയും വളർന്നത്. അടുത്തത് അധ്യായം 4, അദൃശ്യമായവയെ അളക്കാൻ. ഈ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നന്നായി ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ. ആവൃത്തി അളക്കാൻ ഹേർട്സ്, ഉച്ചതയ്ക്ക് ഡെസിബൽ, ഊർജത്തിന് ജൂൾ, താപനിലയ്ക്ക് കെൽവിൻ, പിന്നെ പ്രകാശ തീവ്രതയ്ക്ക് കാൻഡേല. ഈ ഭൗതിക അളവുകളും അവയുടെ SI യൂണിറ്റുകളും തമ്മിൽ കൃത്യമായി മാച്ച് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഷുവറായിട്ട് മാർക്ക് നേടിത്തരും. ഇതാ ഒട്ടുമിക്ക ആൾക്കാരെയും കുഴപ്പിക്കുന്ന വലിയൊരു ട്വിസ്റ്റ്. കേൾക്കാൻ ഒരേപോലെ ഇരിക്കുന്ന 2 പേരുകൾ, ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും. നന്നായി ശ്രദ്ധിക്കുക, ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രതയാണ് അളക്കുന്നത്. എന്നാൽ അതിന്റെ ഇരട്ടയെപ്പോലെ തോന്നിക്കുന്ന ഹൈഗ്രോമീറ്ററാകട്ടെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി, അതായത് ആർദ്രതയാണ് അളക്കുന്നത്. മാറിപ്പോകരുത്. ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു റോക്ക് കോൺസേർട്ടിലൊക്കെ ശബ്ദം നമ്മുടെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന 120 ഡെസിബൽ വരെ എത്താറുണ്ട്. എന്നാൽ ആശുപത്രികൾക്ക് സമീപമുള്ള സൈലന്റ് സോണുകളിൽ നിയമപരമായി അനുവദനീയമായ പരമാവധി ശബ്ദപരിധി എത്രയാണെന്നറിയാമോ? അത് കർശനമായും വെറും 50 ഡെസിബലായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി അധ്യായം 5, പ്രകാശത്തിന്റെ മാന്ത്രിക ലോകം.
നല്ല മഴയുള്ള സമയത്ത് ഇടിയും മിന്നലും ഒന്നിച്ച് സംഭവിക്കാറുണ്ടല്ലോ. പക്ഷേ മിന്നൽ കണ്ടതിന് ശേഷം മാത്രം എന്തുകൊണ്ടാണ് ഇടിമുഴക്കം ഇത്ര വൈകി നമ്മുടെ കാതുകളിലെത്തുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിലെ കാരണം വളരെ സിമ്പിളാണ്. കാരണം പ്രകാശം ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അഥവാ 3x10⁸ മീറ്റർ എന്ന അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സംഭവമാണത്. അപ്പോൾ സ്വാഭാവികമായും സെക്കൻഡിൽ വെറും 340 മീറ്റർ മാത്രം സ്പീഡുള്ള ശബ്ദതരംഗങ്ങൾ പ്രകാശത്തിന് വളരെ പിന്നിലായി പോകും. അതുകൊണ്ടാണ് മിന്നൽ നമ്മൾ ആദ്യം കാണുന്നതും ഇടിമുഴക്കം പിന്നീട് മാത്രം കേൾക്കുന്നതും. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന്റെ അടിസ്ഥാന കണികയാണ് ഫോട്ടോൺ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഈ ഫോട്ടോണുകളായി ഭൂമിയിലെ നമ്മുടെ കണ്ണുകളിലെത്താൻ 8.2 മിനിറ്റ് സമയമെടുക്കും. എന്നാൽ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം വെറും 1.3 സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മളിലേക്ക് ഓടിയെത്തുന്നത്. ഓർക്കുമ്പോൾ തന്നെ രസകരമാണല്ലേ? ചുവപ്പ്, പച്ച, നീല എന്നീ 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മൾ കാണുന്ന ടെലിവിഷൻ സ്ക്രീനുകളിലെയും അസ്തമയ സൂര്യന്റെയുമൊക്കെ ആ മനോഹരമായ നിറങ്ങളെല്ലാം പ്രപഞ്ചം പെയിന്റ് ചെയ്യുന്നത്. ഇനി ഈ വർണ്ണങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് പ്രകാശം തികച്ചും ശുദ്ധമായ വെളുത്ത നിറമായി മാറുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം. ഖരം, ദ്രാവകം, വാതകം, പിന്നെ പ്ലാസ്മ എന്നിവയെല്ലാം നമുക്കറിയാം. എന്നാൽ ഈ ദ്രവ്യത്തിന്റെ രഹസ്യലോകം എത്രത്തോളം ആഴമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ? നക്ഷത്രങ്ങളിലെ പ്ലാസ്മയ്ക്കും ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയായ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനും ശേഷം ശാസ്ത്രജ്ഞർ ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയായ ഫെർമിയോണിക് കണ്ടൻസേറ്റും കണ്ടെത്തി. എന്തിന് 7ാമതൊരവസ്ഥ വരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ അത്ഭുതമാണ്, അല്ലേ? നമ്മുടെ ഈ പഠനയാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓർക്കുക, നിങ്ങളിപ്പോൾ കണ്ടതെല്ലാം വെറും കാണാപ്പാഠം പഠിക്കാനുള്ള വിവരങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ അത്ഭുത ലോകത്തിന്റെ തന്നെ പ്രവർത്തന നിയമങ്ങളാണ്. അപ്പോൾ ബഹിരാകാശത്തെ നിശബ്ദത മുതൽ ദൈവഗണം വരെ നീളുന്ന ഈ ശാസ്ത്രലോകത്ത് അടുത്തതായി ഏത് രഹസ്യമാണ് നിങ്ങൾ കീഴടക്കാൻ പോകുന്നത്? തീർച്ചയായും ചിന്തിക്കുക. വീണ്ടും കാണാം.